ഏകദേശം 1 2 3 4 5 അഞ്ചോളം വരുന്നുണ്ട് റൈറ്റിൽ. അപ്പോൾ 5 6 7 8 9 10 11 12 13 14 13. അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ടായിരിക്കും അവർ പറയുന്നത്. ഇത് ഞാൻ നോട്ട് കണ്ടതാണ്, പക്ഷെ അത് ചിലപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് വോയിസ് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആർട്ടിക്കിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 10 ആണ് പറയുന്നത് റൈറ്റിൽ. പിന്നെ ലെഫ്റ്റിലും അതുപോലെ തന്നെ. ലെഫ്റ്റിൽ ഏകദേശം 8 എണ്ണമൊക്കെ തന്നെ 8 9 എണ്ണമൊക്കെ തന്നെ പറയണുള്ളൂ. അപ്പർ ലോബും ലോവർ ലോബും. അപ്പർ ലോബിൽ ഏകദേശം ഒരു 4 എണ്ണവും ലോവർ ലോബിൽ ഏകദേശം ഒരു 4 എണ്ണം ആണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 8. അതങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 8 to 10 എന്നാണ് ലെഫ്റ്റ് ലോബിൽ പറയുന്നത്. റൈറ്റ് ലോബിലാണ് 10ലും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 2 ലങ്സ് വെച്ച് നോക്കുമ്പോൾ 10 സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രോങ്കോപൾമണറി സെഗ്മെൻറ്റ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ലങ്സ് ഇൻ അനാട്ടമി. അതായത് അനാട്ടമിക്കലി നോക്കുകയാണെങ്കിലുള്ള സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റാണ് ഈ ബ്രോങ്കോപൾമണറി സെഗ്മെൻറ്റ്. അപ്പോൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെഗ്മെൻറ്റ്സിൽ എന്തൊക്കെ സപ്ലൈ ഉണ്ട്, എന്തൊക്കെ നർവ് സപ്ലൈ ഉണ്ട്, ബ്ലഡ് സപ്ലൈ ഉണ്ടെന്ന് നോക്കിയിട്ട് ഈ ഒരു സെഗ്മെൻറ്റിനെ മാത്രമായിട്ട് എടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രോങ്കോപൾമണറി സെഗ്മെൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും മാത്രം ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി, അറിയേണ്ടതുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്തത് നമുക്ക് പറയാമെന്ന് വെച്ചാൽ ബ്ലഡ് സപ്ലൈ ഓഫ് ദ ലങ്. ബ്ലഡ് സപ്ലൈ മെയിനായിട്ട് നമുക്ക് റൈറ്റ് ബ്രോങ്കിയൽ ആർട്ടറി, റൈറ്റ് നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ബ്രോങ്കിയൽ ആർട്ടറി, 2 ലെഫ്റ്റ് ബ്രോങ്കിയൽ ആർട്ടറി. ഓക്കെ, ഈ റൈറ്റ് ബ്രോങ്കിയൽ ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർകോസ്റ്റൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. പിന്നെ ബ്രാഞ്ച് ഓഫ് ഇൻ്റർകോസ്റ്റൽ ആർട്ടറി. ലെഫ്റ്റ് മെയിൻ ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെൻഡിങ് അയോർട്ടയുടെ ബ്രാഞ്ചാണ്. അതും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, കാരണം രണ്ടും 2 രീതിയിൽ വരുന്നതുകൊണ്ട്. റൈറ്റ് ബ്രോങ്കിയൽ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഇൻ്റർകോസ്റ്റൽ ആർട്ടറി ആൻഡ് 2 ലെഫ്റ്റ് ബ്രോങ്കിയൽ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഡിസെൻഡിങ് അയോർട്ട. പിന്നെ വെയിൻസ് നോക്കുകയാണെങ്കിൽ 2 റൈറ്റ് ബ്രോങ്കിയൽ വെയിൻസും 2 ലെഫ്റ്റ് ബ്രോങ്കിയൽ വെയിൻസും ഉണ്ട്. ഈ റൈറ്റ് ബ്രോങ്കിയൽ വെയിൻസ് എസൈഗോസ് വെയിനിലാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ആൻഡ് ലെഫ്റ്റ് വന്നിട്ട് സുപ്പീരിയർ ഹെമി എസൈഗസ് വെയിനിലാണ് ഡ്രെയിൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസും ഓർത്ത് വെക്കുക. ബ്ലഡ് സപ്ലൈ വരുന്നത് റൈറ്റ് ബ്രോങ്കിയൽ ആർട്ടറിയും 2 ലെഫ്റ്റ് ബ്രോങ്കിയൽ ആർട്ടറി. റൈറ്റ് ബ്രോങ്കിയൽ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഇൻ്റർകോസ്റ്റൽ ആർട്ടറി, 2 ലെഫ്റ്റ് ബ്രോങ്കിയൽ ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഡിസെൻഡിങ് അയോർട്ട. ദെൻ വീനസ് സപ്ലൈ നോക്കുകയാണെങ്കിൽ 2 റൈറ്റ് ബ്രോങ്കിയൽ വെയിൻസും ഉണ്ട്, 2 ലെഫ്റ്റ് ബ്രോങ്കിയൽ വെയിൻസും ഉണ്ട്. റൈറ്റ് ബ്രോങ്കിയൽ വെയിൻസ് ഡ്രെയിൻ ചെയ്യുന്ന അസൈഗോസ് വെയിനിലേക്കാണ്. 2 ലെഫ്റ്റ് ബ്രോങ്കിയൽ വെയിൻസ് ഡ്രെയിൻ ചെയ്യുന്നത് സുപ്പീരിയർ ഹെമി അസൈഗോസ് വെയിനിലേക്കാണ്. പിന്നെ നമുക്കുള്ളത് നെർവ് സപ്ലൈ വരുന്നത് പാരാസിമ്പതറ്റിക് ആയിട്ടാണ് വരുന്നത്. മെയിനായിട്ട് പാരാസിമ്പതറ്റിക് തന്നെ 2 രീതിയിൽ വരുന്നുണ്ട്. വാഗസ് നെർവിൽ നിന്നും വരുന്നുണ്ട്. പിന്നെ 2nd to 5th സിമ്പതറ്റിക്